ചുമതലയേറ്റ് പ്രവർത്തിക്കുന്ന ശ്രീ പി സുബിമോൻ അവരെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. അത് നോക്കിയാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു. മഴയായിരുന്നു, എങ്കിലും നല്ല രീതിയിൽ തന്നെ നടന്നു. ഈ വർഷം വിപുലമായി നടത്തുവാൻ നമ്മൾ ഒരു സഹസംഘം വിളിക്കുകയും ആ സഹസംഘത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷം നടത്തുന്നതിനുള്ള നടപടികളുമായി തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആഘോഷ സമിതിയിൽ നമുക്ക് ഒരു തീരുമാനമുണ്ടായി. നമ്മുടെ ഇത്തവണത്തെ ബാലഗോകുലത്തിൻ്റെ ഒരു സന്ദേശം, നമ്മൾ എല്ലാ വർഷവും ബാലഗോകുലം സന്ദേശം സമൂഹത്തിലേക്ക് ഒരു സന്ദേശം കൊടുക്കും. ഇത്തവണത്തെ സന്ദേശം പുണ്യമീ മണ്ണ് പൗത്രമീ ജന്മം എന്നാണ്. അപ്പോൾ ബാലഗോകുല ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഇതുപോലെയുള്ള സാംസ്കാരിക പരിപാടികൾ നടത്താറുണ്ട്. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മളും ഒരു സാംസ്കാരിക പരിപാടി നടത്തണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മൾ അറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ. ഗോപാലകനാണ്, ഗോവർദ്ധനം പർവ്വതം ഉയർത്തിയ ആളാണ്. അപ്പം പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും, അതുപോലെ തന്നെ പ്രകൃതിയിലെ നദികൾ, മലകൾ, ഇവയൊക്കെ ആരാധിക്കുന്നത് നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ സന്ദേശത്തിലൂടെയാണ്. വേദകാലത്തോടെ ജീവനും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണതല്ല. അതിപ്പോൾ ആധുനിക സമൂഹം അംഗീകരിച്ചിട്ടുമുണ്ട്. കാരണം ആധുനിക സമൂഹത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ പ്രകൃതിയെ എത്രമാത്രം ചൂഷണം ചെയ്തു, അതിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇത് നമ്മുടെ പുതിയ തലമുറയിൽ ബാലഗോകുലത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ ബാലഗോകുലം വൃക്ഷപൂജ, നദീബന്ധനം, ഗോപൂജ, ഇങ്ങനെയുള്ള പല പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ട വൃക്ഷപൂജ. ഇതിലൂടെയൊക്കെ നമ്മൾ പുതിയ തലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് നമ്മൾ കുറേ സന്ദേശങ്ങൾ കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവത്തിലേക്ക് എത്തുന്നതിന് നമ്മൾ സാമ്പത്തികം മാത്രം പോരാ, ധാർമ്മികമായ പുരോഗതി വേണം. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഇതെല്ലാം നമുക്ക് പുതിയ തലമുറ വളർന്നു വരുന്ന തലമുറയിൽ ഇതെല്ലാം ഈ മൂല്യങ്ങളൊക്കെ വളർത്തുന്നതിനാണ് ബാലഗോകുലം ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇപ്പം നമ്മളിവിടെ ഭാരത മാതാവിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് മഹത് വ്യക്തികളുടെ ഫോട്ടോയും കൂടിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒന്ന് ഗുരുദേവന്റേതാണ്, ഒന്ന് മഹാത്മാ അയ്യങ്കാളിയുടേതാണ്. സന്യാസി ശ്രേഷ്ഠൻ, സാമൂഹിക പരിഷ്കർത്താവ്, നമ്മുടെ കേരളത്തിന്റെ അല്ല, നമ്മുടെ ഭാരതത്തിന്റെ ഗുരു പരമ്പരയിൽ ശ്രേഷ്ഠനായ സന്യാസി. അദ്ദേഹം ജനിച്ച അടുത്ത ദിവസങ്ങളിലാണ്, അദ്ദേഹത്തിന്റെ ചതയ നക്ഷത്രത്തിലാണ് ജനിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഈ മാസം തന്നെ. അതുപോലെ മഹാത്മാ അയ്യങ്കാളി, അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ഇവരെല്ലാം സ്വന്തം ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഭാരതീയ ധർമ്മത്തെ നിന്നുകൊണ്ട് തന്നെ പരിഷ്കരണം നടത്തിയ വ്യക്തിത്വങ്ങളാണ്. അവരെയൊക്കെ മറ്റു പ്രലോഭനങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നിട്ട് പോലും സ്വന്തം ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എൻ്റെ ധർമ്മത്തിലും എൻ്റെ സംസ്കാരത്തിലുണ്ടായ അപജയങ്ങളെയൊക്കെ അതെങ്ങനെ പരിഹരിക്കാൻ ഞങ്ങളെ കൊണ്ട് തന്നെ ആകും എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ കേരള നവോത്ഥാനത്തിന് എല്ലാവിധ ഇത് നൽകിയ വ്യക്തിത്വങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ സമയത്ത് അനുസ്മരിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതാണ് നമ്മുടെ ഒരു ഇത്. പിന്നെ നമുക്കിത് ശേഷം നമുക്കറിയാം, നമ്മുടെ സഹോദര ബന്ധത്തിന്റെ പ്രതീകമായിട്ട് ഭാരതം ആഘോഷിക്കുന്ന രക്ഷാബന്ധൻ, ഈ ചടങ്ങും കൂടി ഇതിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഖി ബന്ധിച്ച് നമ്മൾ ഭാരതത്തിന്റെ മക്കൾ ഒറ്റ മക്കളാണ്, ഒരു രാഷ്ട്രമാണ് എന്ന ചിന്താഗതി നമ്മളെ വളർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് മൂല്യബോധത്തോടെ നമ്മൾ ഒന്നിച്ചെന്നാൽ മാത്രമേ ഒരു ശക്തിക്കും, ഒരു അധാർമിക ശക്തിക്കും, നമുക്കറിയാം നമ്മൾ നീണ്ടകാല അടിമത്തത്തിന്റെ ആയിരുന്നു. 1000 വർഷങ്ങൾ നമ്മൾ അടിമത്തത്തിൽ കിടന്നു. മുഗളന്മാർ ഭരിച്ചു, പലരും ഭരിച്ചു. അവസാനമാണ് ബ്രിട്ടീഷുകാർ വന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ബോധ്യത നേടിയത്. ഇനി ഒരിക്കലും ഒരു അടിമത്തത്തിൽ നമ്മൾ അനുഭവിക്കില്ല. അത് ഭരണപരമായിട്ടും സാംസ്കാരികപരമായിട്ടായിരുന്നു നമ്മൾ അടിമത്തം നമ്മൾ അനുവദിക്കില്ല. ആ അടിമത്തം ഉണ്ടാകാൻ പാടില്ല.
നമ്മുടെ ദേശീയധാരയിൽ നമ്മുടെ മൂല്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുള്ള സമൂഹം വളർന്നു വരണം. അത് ഈ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കണം. ഈ രാഷ്ട്രത്തിന്റെ വൈഭവത്തിന് നല്ല പൗരന്മാരായിട്ട് വളർന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്ര വൈഭവം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ബാലവല്ലഭ സംഘടനകൾക്കാണ് ശ്രമിക്കുന്നുണ്ട്. എല്ലാവിധ പിന്തുണയും നിങ്ങൾ ഓരോരുത്തരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരിക്കുന്നത് നമ്മുടെ സ്വാഗത സംഘത്തിന്റെ വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് KS ശ്രീനിവാസൻ അവരുകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാമെന്ന് നമ്മളോട് ചെന്ന് സംസാരിച്ചു സുരേഷ് കൃഷ്ണ. പ്രശസ്ത തിരക്കഥാകൃത്താണ്. അദ്ദേഹം തിരക്കുണ്ട്. അദ്ദേഹത്തിന്റെ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തിരക്കിനിടയിലാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ചെന്ന് കണ്ടു പറഞ്ഞു. അപ്പം സന്തോഷത്തോടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ സുരേഷ് കൃഷ്ണ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വന്നിട്ടുള്ള ബാലഗോകുലത്തിന്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ VS മധുസൂദൻ ചേട്ടൻ, അദ്ദേഹത്തിന് യോഗത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്നത് നമ്മുടെ സ്വാഗത സംഘത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള മോഹനൻ ചേട്ടനാണ്. മോഹനൻ ചേട്ടനും ഈ യോഗത്തിന് പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. പിന്നീട് നമ്മുടെ അടുത്തത് ചെല്ലപ്പൻ ചേട്ടൻ, വടകരയിലുള്ള ഒരു ചെല്ലപ്പൻ ചേട്ടനാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. ശശികുമാർ NSS കരിയോം പ്രസിഡന്റാണ് വടകരയിലെ. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ KS ശ്രീനിവാസൻ സാർ അവരെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒട്ടനവധി രേഖകൾ, അടയാളങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാൻ ഇവിടെ ജീവിച്ചിരുന്നത് എന്നാണ്, മനുഷ്യനായി അവതരിച്ച് ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ ദ്വാരക എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഭഗവാന്റെ ആ അന്നത്തെ കൊട്ടാരങ്ങളും എല്ലാം കടലിൽ കാണപ്പെടുന്നുണ്ട്. നമുക്ക് യൂട്യൂബിൽ എക്സ്കവേഷൻ ദ്വാരക എന്ന് അടിച്ച് ആ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കടലിനടിയിൽ കിടക്കുന്ന ദ്വാരകയുടെ ആ ഭാഗങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാം. ആ ഭാഗങ്ങൾ കണ്ട് നമ്മുടെ വിദേശ ശാസ്ത്രജ്ഞന്മാർ പോലും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ആ വിഗ്രഹം, അവിടെ ആ വെള്ളത്തിൽ കിടക്കുന്ന വിഗ്രഹങ്ങളും കെട്ടിടത്തിന്റെ ഭാവങ്ങളും ഇന്നും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. ഭവതി അവിടുന്ന് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ റബിയ പറഞ്ഞു ഉണ്ട്. അപ്പോൾ ഈ ഭക്ത അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഭവതി അവിടുന്ന് പിശാചിനെ വെറുക്കുന്നുണ്ടോ? ചോദ്യം, ഭവതി അവിടുന്ന് പിശാചിനെ വെറുക്കുന്നുണ്ടോ? അപ്പൊ റബിയ പറഞ്ഞു, ഭഗവാനോടുള്ള എൻ്റെ സ്നേഹാധിക്യം മൂലം എനിക്ക് പിശാചിനെ വെറുക്കാൻ നേരം കിട്ടുന്നില്ല. ഇതായിരുന്നു ഉത്തരം. എന്തായിരുന്നു? ഭഗവാനോടുള്ള എൻ്റെ സ്നേഹാധിക്യം മൂലം എനിക്ക് പിശാചിനെ വെറുക്കാൻ സമയം കിട്ടുന്നില്ല. ഇതാണ്. അപ്പൊ നിരന്തരമായ സ്നേഹം, ഭഗവാനോടുള്ള സ്നേഹം, ആ ഒന്നിൽ മാത്രം നമ്മൾ കേന്ദ്രീകൃതമാകും. നമ്മുടെ മനസ്സ് അതിൽ മാത്രം കേന്ദ്രീകൃതമാകുമ്പോൾ നമുക്ക് പിശാചിനെ വെറുക്കാൻ നേരം കിട്ടുന്നില്ല. ജന്മദിനം
എന്ന് പറയുമ്പോൾ അന്നൊരു ദിവസം ഉപവസിച്ച് ഭഗവാൻ ജനിക്കുന്ന ആ രാത്രി 12 മണിക്ക് ശേഷം അവതാര പൂജ കഴിഞ്ഞ് നേദിച്ച കരിക്കിൻ്റെ വെള്ളവും ഒക്കെ കുടിച്ച് ഉപവാസം തീർക്കുന്ന ഏതാനും മുത്തശ്ശിമാരും ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി വളരെ കുറച്ച് ചുരുങ്ങിയ ആളുകളിലും മാത്രം ഒതുങ്ങിയിരുന്ന ശ്രീകൃഷ്ണ ജയന്തി ഇന്ന് സമാജോത്സവമായി മാറിക്കഴിഞ്ഞു. പല ഉത്സവങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിലും ആ ഉത്സവങ്ങളുടെയൊക്കെ പരിമിതി വിട്ട് ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മുഴുവൻ സമാജവും അമ്പാടിക്കണ്ണന്റെ വേഷം ധരിച്ച കുട്ടികളുടെ പിന്നാലെ നാമജപത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഏക ഉത്സവം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണ ജയന്തി മാത്രമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശ്രീകൃഷ്ണ ജയന്തി അത്രയും സാർവത്രികമാക്കി വളർത്തിക്കൊണ്ടുവന്ന കുട്ടികളുടെ ദിനമായി വളർത്തിയെടുത്ത